നോക്കണേ, സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ എരണക്കേട് തൃശൂരിൽ കാലെടുത്തു വച്ചു. പൂരം വരെ കുളമായൊരവസ്ഥ. വിശ്വാസികളായിട്ടുള്ള നിങ്ങൾ തന്നെ വിലയിരുത്തും. തൃശൂരുകാർ വോട്ട് ചെയ്ത് കൊണ്ടുവന്നത് ഒരു മാൻഡ്രേക്കിനെ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ തൃശൂരിന്റെ മുഖഛായ ആയിട്ടുള്ള പൂരം തന്നെ ദുരന്തമായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? അവിടെ എന്തോ അനർത്ഥം സംഭവിച്ചിരിക്കുന്നു. ആ അനർത്ഥത്തിന്റെ പേരാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യം. അധികാരത്തിലെത്താൻ പൂരം കലക്കാൻ വരെ തയ്യാറായ വ്യക്തിയെ ഇപ്പോ വടക്കുംനാഥന് തന്നെ അയാളോട് അസംതൃപ്തി ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം. പൂരത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇക്കുറി വലിയ ഷോ ഓഫ് ഒക്കെ കാണിക്കാൻ വേണ്ടി തയ്യാറായിരുന്നതാണ്. ഇപ്പോ വടക്കുംനാഥൻ തന്നെ ആ പൂരത്തോട് മുഖം തിരിച്ചപ്പോഴുണ്ടായ ദുരന്തം അത് എല്ലാ കാലത്തും ഈ നാടിന്റെ കൂടി മുറിവായി മാറുകയാണ്. ആ സന്ദർഭത്തിലാകണം എന്തുകൊണ്ട് തൃശ്ശൂരിന് ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടത്. വിശ്വാസിയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ തമ്പ്രാനായിട്ടുള്ള ഒരു വ്യക്തിയെ തൃശ്ശൂരിലേക്ക് കയറ്റിയപ്പോൾ പല ഷോ ഓഫുകൾ കാട്ടുന്നതിനപ്പുറം എന്താണ് തൃശ്ശൂരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ജയിച്ച ദിവസം മുതൽ ആ നാടിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ ആ നാട്ടിൽ തുടരെ ഉണ്ടാകുന്ന പല പ്രത്യാഘാതങ്ങളും അതെന്തുകൊണ്ടെന്ന് വിശ്വാസികളായിട്ടുള്ളവർ ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ഇത്രയും കാലം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പൂരത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. പൊടുന്നനെ ആ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? കഴിഞ്ഞ തവണ പൂരത്തിന്റെ ഇടയിൽ പട്ടി ഷോയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൂരം കമ്മിറ്റിക്കാരിൽ പലരും സംഘികളായതുകൊണ്ട് തന്നെ അവർ ഈ പൂരത്തെ മറയാക്കി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാനൊക്കെ പരിശ്രമം നടത്തിയിരുന്നു. ആ പൂരം അന്ന് കുളമായതിനേക്കാൾ കൂടുതൽ ദുരിതപൂർണമായതിന് പിന്നിലും ഈ എരണക്കേട് ഉണ്ട് എന്ന് ശക്തമായി അടിവരയിടുന്നുണ്ട്. അതുകൊണ്ട് തൃശൂർ നിവാസികൾ ഒരു കാര്യം മനസ്സിലായിക്കോളൂ. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ തന്നെ പരിഹാരക്രിയ ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെയും നിങ്ങൾ ആ നാട്ടിൽ വലിച്ചു വെച്ച വയ്യാവേലി അത് ഒഴിപ്പിച്ചു വിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനർത്ഥങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ മറ്റെന്തൊക്കെ വിചാരിച്ച് മാറ്റാൻ ശ്രമിച്ചാലും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വടക്കുംനാഥനെ തന്നെ കരുവാക്കിയ വ്യക്തിയെ വടക്കുംനാഥൻ അങ്ങ് വെറുതെ വിടുമോ? സ്വാഭാവികമായിട്ടും അയാൾ ഉള്ളിടത്തോളം കാലം ആ പൂരത്തിന് ഒരു ശോഭയില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാതാവിന് ചെമ്പ് കിരീടം കൊടുത്ത് പറ്റിച്ച വ്യക്തി വടക്കുംനാഥന്റെ പൂരം കലക്കിപ്പോലും തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അദ്ദേഹം വഴിവെട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജയം തൃശ്ശൂരിലെ വടക്കുംനാഥനെ പോലും വേദനിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് ഇക്കുറി പൂരം ചരിത്രത്തിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടതായിട്ട് നമുക്ക് വിലയിരുത്താം.